അങ്ങനെ നമ്മൾ തൃതീയ സ്കന്ധം തുടങ്ങാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ സ്കന്ധത്തിൻ്റെ അവസാനം ശ്രീ ശോഭബ്രഹ്മർഷി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ ഈ ഒരു കൽപ്പം എന്താണെന്നൊക്കെ പിന്നെ പറയുന്നുണ്ട്. ഈ ഒരു കൽപ്പത്തിനെ കുറിച്ച് വിദുര മൈത്രേയ സംവാദം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്കന്ധം തുടങ്ങുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ്, എന്താണ് ആ വിദുര മൈത്രേയ സംവാദം, എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരണമെന്ന് പറയുമ്പം തൃതീയ സ്കന്ധം നേരെ പോണത് വേറെ ഒരു ഡിഫറെൻറ്റ് സീനിലേക്കാണ്. അപ്പോൾ പണ്ട് വിദുരരുടെ ഇത് പറഞ്ഞു തുടങ്ങുക, ചരിത്രമാണ് പറഞ്ഞു തുടങ്ങുക. വിദുരർ ഇവിടെ കുരു പാണ്ഡവ യുദ്ധം നടക്കുകയാണെന്ന് കണ്ടപ്പോൾ ദുര്യോധനനെ ഒരുപാട് ശാസിക്കുന്നതും ഇനി യുദ്ധമേ ഉള്ളൂ എന്ന് കണ്ടപ്പോൾ വളരെ ഓപ്പണായിട്ട് തന്നെ വളരെ നിശിതമായി വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് ധൃതരാഷ്ട്രം ഉപദേശിക്കുന്നുമുണ്ട്. അവിടെ വെച്ചിട്ട് ഇവരൊക്കെ തമ്മിൽ കലഹവും ദുര്യോധനൻ ഒരുപാട് ചീത്ത പറയും. അവിടെ വെച്ചിട്ട് ആയുധം അവിടെ സമർപ്പിച്ചുകൊണ്ട് വിദുരർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്, തീർത്ഥയാത്രയ്ക്കായിട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ പോയി അങ്ങനെ കുറേ ഇതൊക്കെ കഴിഞ്ഞ് മഹാഭാരത യുദ്ധം കഴിഞ്ഞു എന്നൊക്കെ അറിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു സമയത്ത് മഹാഭാരത യുദ്ധം കഴിഞ്ഞു എന്നൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ വീണ്ടും തീർത്ഥയാത്ര അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട്, വൃന്ദാവനത്തിൽ വെച്ചിട്ട് എന്ന് പറയുന്നത്, പെട്ടെന്ന് ഉദ്ധവനെ കാണുന്നു. ഉദ്ധവനെ കാണുമ്പോൾ പെട്ടെന്ന് സന്തോഷത്തോടു കൂടി ഭഗവാനെ ഓർമ്മ വരും. ഭഗവാന്റെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിലായിട്ട് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തരുടെ കാര്യങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നതാണ് ആദ്യത്തെ അധ്യായത്തിൽ. രണ്ടാമത്തെ അധ്യായം ഈ ഉദ്ധവൻ മറുപടി പറഞ്ഞു തുടങ്ങും. ഈ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ചോദ്യങ്ങളും അതങ്ങോട്ട് വന്നതോടുകൂടി ഉദ്ധവൻ എന്ത് സ്ഥിതിയിലാണെന്ന് അറിയണമെങ്കിൽ പിന്നീട് മനസ്സിലാവുള്ളൂ കേട്ടോ. അതാണ് പറഞ്ഞത്, അത് പിന്നീട് മനസ്സിലാവുള്ളൂ ഏത് സ്ഥിതിയിലാണ് ചോദ്യങ്ങൾ കേൾക്കണമെന്നുള്ളത്. കാരണം ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ഭഗവാന്റെ ഡയറക്ഷൻ പ്രകാരം ഉദ്ധവൻ ദ്വാരകയിൽ നിന്ന് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്, ബദരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗച്ചോദ്ധവ എന്ന് പറയണ്ടായിരുന്നു ഭഗവാൻ. ഏകാദശസ്കന്ധം കഴിയുമ്പോൾ അറിയാം, പൊക്കോളൂ ഉദ്ധവ ബദരിയിലേക്കെന്ന്. ആ പോണ വഴിയാണ്, ഭഗവാന്റെ പാദുകം ശിരസിൽ വെച്ചുകൊണ്ട് പോണ വഴിയാണ് അങ്ങോട്ട് ബദരിയിലേക്ക്. അവിടെ ആ വഴിക്കാണ് വൃന്ദാവനത്തിൽ വെച്ചിട്ട് വിദുരരെ കാണുന്നതും ഈ ചോദ്യം പെട്ടെന്ന് വരണതും. അപ്പോൾ ആ ഒരു വളരെ തീവ്രമായൊരു ഭാവത്തിൽ അങ്ങനെ പെട്ടെന്ന് നിമഗ്നമായി എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണ ഇതിൽ ആ ഒരു ചിന്തയിൽ, ആ പ്രേമത്തിൽ നിമഗ്നമായി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉണർന്നു വന്നിട്ട് ആദ്യം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയാണ് ശ്രീകൃഷ്ണ ചരിത്രം പറയുന്നത്. ഒരു ബന്ധമില്ല. അത് കുറച്ച് അവിടുത്തെ രുക്മിണി സ്വയംവരം പറയും, കുറച്ച് വൃന്ദാവനത്തിൽ പറയും, അങ്ങനെ അവിടെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ യുദ്ധം പറയും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, ചെറിയ കുട്ടിയെ രാസക്രീഡ പറയും. കുറച്ച് കഴിഞ്ഞിട്ട് ആ അധ്യായം അവസാനമാകുമ്പോഴേക്കും ഒന്ന് ഓർഡറിൽ തുടങ്ങും ആദ്യം. പക്ഷേ ഭഗവാന്റെ ആ ചരിത്രം വീണ്ടും ഉദ്ധവനിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനിച്ചതും അങ്ങോട്ട് പോയി വൃന്ദാവനത്തിൽ പോയി ഒരു ഓർഡറിലായി. അങ്ങനെ അവസാനം വൃന്ദാവനത്തിലെ രാസക്രീഡ വരെ പറഞ്ഞ് രണ്ടാമത്തെ അധ്യായം കഴിയാണ്. മൂന്നാമത്തെ അധ്യായത്തിൽ വീണ്ടും തിരിച്ച് അവിടെ നിന്ന് വരുന്നതും കംസവധവും ബാക്കിയുള്ള കാര്യങ്ങളും രുക്മിണി സ്വയംവരും അത് എല്ലാം അങ്ങനെ സൂചിപ്പിച്ച് ഇങ്ങനെ ഓരോരോ ശ്ലോകത്തിൽ ഇങ്ങനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ പോയി യുദ്ധം നടന്നതും യുധിഷ്ഠിരനെ രാജാവാക്കി വാഴിച്ചതും എല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പിന്നെയും കാലം ഇങ്ങനെ കഴിഞ്ഞു പോയതും അതൊന്നും പിന്നീട് മറ്റേ വിദുരർ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും. അവിടുത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് നാലാമത്തെ അധ്യായത്തിൽ യാദവർക്ക് ശാപം കിട്ടുന്നതും അത് കഴിഞ്ഞ് ഭഗവാൻ ഇവർ തമ്മിൽ തല്ലി എല്ലാവരും അവസാനിക്കുന്നതും ഭഗവാൻ ഈ ലോകം വിട്ട് പോകാൻ നിൽക്കുന്നതുമാണ് പറയുന്നത്. അങ്ങനെ പോകാൻ തയ്യാറാവുകയാണെന്ന് മനസ്സിലായ ഉദ്ധവർ പിന്നാലെ ചെല്ലണതും. അപ്പോൾ ആദ്യം ബദരിയിലേക്ക് പൊക്കോളാൻ പറയും, എന്നാലും ഉദ്ധവർ വിടില്ല, പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നാലെ പോയി ഭഗവാന്റെ അടുത്ത് പോയി അങ്ങനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഭഗവാൻ ജ്ഞാനോപദേശം കൊടുക്കണം. അപ്പോൾ ജ്ഞാനോപദേശം കൊടുക്കുന്ന ആ സമയത്ത് ഒരാൾ കൂടി ഇവരെ കൂടെ ഉണ്ട് ഈ ജ്ഞാനോപദേശം കേൾക്കാൻ. മൈത്രേയ മഹർഷിയാണ് ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. അങ്ങനെ അവർ തമ്മിൽ ഈ സംവാദം, ഭഗവാനും ഉദ്ധവരും തമ്മിലുണ്ടായ സംവാദം, അതാണ് ഏകാദശസ്കന്ധം മുഴുവൻ ഓൾമോസ്റ്റ് അതാണ്.
ആ സമയത്ത് മൈത്രേയ മഹർഷി അവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജ്ഞാനോപദേശം ചെയ്ത് ബദരിയിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് ഉദ്ധവർ, ഞാൻ അവിടുന്ന് ഇറങ്ങി എന്ന്, അങ്ങോട്ട് പോകുന്ന വഴിയാണ് എന്ന് ഉദ്ധവർ പറയുന്നു. അപ്പോൾ ഈ വിദുരർ വളരെ സങ്കടത്തിലായി, ഭഗവാൻ ഈ ലോകം വിട്ടു പോയി എന്നുള്ളതൊക്കെ അറിയുമ്പോഴുള്ള സങ്കടത്തിലും ഇരിക്കുകയാണ്. എന്നിട്ട് ഈ ജ്ഞാനോപദേശം എനിക്കും കൂടി തരണം, ഭഗവാനിൽ നിന്ന് കിട്ടിയത് എനിക്കും കൂടി പറഞ്ഞു തരണം എന്ന് പറയുന്നു. അപ്പോൾ ഉദ്ധവർ പറഞ്ഞു, ഭഗവാൻ ആ സമയത്ത് മൈത്രേയ മഹർഷിയോട് പറഞ്ഞു ഇത്രേ, വിദുരർക്കും കൂടി ഈ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായിത്രേ. അപ്പോൾ ഉദ്ധവർ പറയാണ് വിദുരരോട്, മൈത്രേയ മഹർഷിയുടെ അടുത്തേക്ക് പൊക്കോളൂ, അവിടെ അദ്ദേഹം ജ്ഞാനോപദേശം ചെയ്തു തരും, ഈ പറഞ്ഞതെല്ലാം ഉപദേശിച്ച് തരും, അങ്ങോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഉദ്ധവർ ബദരിയിലേക്കും പോയി വിദുരർ മൈത്ര മഹർഷിയുടെ അടുത്തേക്കും ചെല്ലുന്നതാണ് 4ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 5ാമത്തെ അധ്യായം മുതൽ വിദുര മൈത്രേയ സംവാദമാണ്. വിദുരർ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് ഭഗവാൻ എങ്ങനെയാണ് പുരുഷസ്വരൂപം എടുത്തതെന്നും ശ്ലോകങ്ങളിലൂടെ പോണത്, ആ ബേസിക് എലമെൻറ്റ്സ് 24 എലമെൻറ്റ്സ് ഉണ്ടായതും പുരുഷസ്വരൂപം എങ്ങനെയാണ് വന്നതെന്നും പറയുന്നു. 6ാമത്തെ അധ്യായത്തിൽ അതൊന്നും കൂടി വർണ്ണിച്ചു കൊടുക്കുന്നു. പുരുഷസ്വരൂപവും അത് ശരിക്കും പറഞ്ഞാൽ സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ദേവതകൾ എവിടെയെല്ലാം സ്ഥിതി ചെയ്യുന്നു, എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഇതിലൊക്കെ 6ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ്, പിന്നെ 7ാമത്തെ അധ്യായത്തിൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കും, ചില ഡൗട്ടുകൾ ചോദിക്കും, അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സീരീസ് ഓഫ് ഡൗട്ട്സാണ് 7ാമത്തെ അധ്യായം മുഴുവൻ കഴിയണ വരെ. അതിന് മറുപടിയായിട്ട് 8ാമത്തെ അധ്യായത്തിൽ മൈത്രേയ മഹർഷി ഈ കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ബ്രഹ്മാവ് ഉണ്ടായതും, പിന്നെ ബ്രഹ്മാവ് ഭഗവാനെ തപസ് ചെയ്യുന്നതും, ഭഗവാൻ മുന്നിൽ വരുന്നത് പ്രത്യക്ഷപ്പെടുന്നതും പറയാം 8ാമത്തെ അധ്യായത്തിൽ. 9ാമത്തെ അധ്യായത്തിൽ ഉഗ്രനായ സ്തുതിയാണ്, ഭഗവാനെ സ്തുതിക്കുന്നതാണ് ബ്രഹ്മാവ്. ആ സ്തുതിക്ക് മറുപടിയായിട്ട് ഭഗവാൻ ഉപദേശിച്ച് കൊടുക്കുന്നുമുണ്ട് പല കാര്യങ്ങളും. അതൊക്കെ ശ്ലോകങ്ങളിലൂടെ തന്നെ പോകണം, ഗംഭീരമാണ് അതെല്ലാം. 9ാമത്തെ അധ്യായത്തിൽ. 10ാമത്തെ അധ്യായത്തിൽ ഇതിന് ശേഷം ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് ഈ ജ്ഞാനോപദേശം കിട്ടി ആ ഒരു വീര്യം വർദ്ധിച്ച ബ്രഹ്മാവ് 10ാമത്തെ അധ്യായത്തിൽ വീണ്ടും സൃഷ്ടി തുടങ്ങുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തുടങ്ങുന്നത്. 11ാമത്തെ അധ്യായത്തിൽ കാലത്തിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് കണക്കുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ കൽപ്പം എന്താണ്, ആയുസ് എന്താണ്, എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊന്ന് വേണമെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം നമുക്ക്. നമ്മുടെ ഇവിടുന്ന് നോക്കി പോകുമ്പോൾ ഒരു ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 ചതുർയുഗങ്ങളാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്ന് പറയുന്ന ഒരു ബ്ലോക്ക്. ഏകദേശം 12,000 ദിവ്യ സംവത്സരങ്ങളാണ്, ദേവന്മാരുടെ വർഷമാണ്. അതായത് നമ്മുടെ ഭൂമിയുടെ കണക്ക് പ്രകാരം ഏകദേശം 44 ലക്ഷം കൊല്ലങ്ങളോ മറ്റു വരും. അങ്ങനത്തെ 1000 ചതുർയുഗങ്ങൾ കഴിയണതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ. പിന്നെ ഏകദേശം അത്ര തന്നെ രാത്രി, ബ്രഹ്മാവ് ഉറങ്ങുന്ന സമയമാണ്. ആ സമയത്ത് ഒരു പ്രളയമുണ്ട്. ഇതെല്ലാം താൽക്കാലികമായിട്ട് ബ്രഹ്മാവിൽ ലയിച്ചിരിക്കും, നമ്മളൊക്കെ ഉറങ്ങണ പോലെ. ഈ പ്രളയത്തിൻ്റെ പേരാണ് നൈമിത്തിക പ്രളയം. ഇതിനാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ഒരു ദിവസം ആണ് ഒരു കൽപ്പം. അത് 1000 ചതുർയുഗമാണ്. പിന്നെ 1000 ചതുർയുഗം രാത്രിയുണ്ട്, ഉറങ്ങുന്ന സമയം. ഈ 1000 ചതുർയുഗത്തിൽ ഒരു കൽപ്പത്തിൽ 14 മന്വന്തരങ്ങളുണ്ടാവും. 14 മനുക്കൾ ഭരിക്കും. മനു എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്, അല്ലാതെ ഒരാളുടെ പേരല്ല. സത്യം പറഞ്ഞാൽ മനു എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്. അപ്പോൾ നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയും. ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരാണോ ആൾക്കൊരു പേരുണ്ടാവും. അതുപോലെ 14 മനുക്കളാണ് ഈ ഭരിക്കുക അതിൽ. അപ്പോൾ ഓരോ മനുവിൻ്റെ ഭരണം ഏകദേശം 71ഓളം ചതുർയുഗങ്ങളാണ് നടക്കുക. അങ്ങനെ 14 മനു കഴിയുമ്പോൾ ആ പകൽ കഴിയും, ഒരു പ്രളയമുണ്ടാവും.
പിന്നെ ബ്രഹ്മാവ് ഉറങ്ങായിരിക്കും അത്രയും സമയം തന്നെ. അങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകും ബ്രഹ്മാവിൻ്റെ. അങ്ങനെ ബ്രഹ്മാവിന് ഏകദേശം 100-108 കൊല്ലം എന്തോ ബ്രഹ്മാവിൻ്റെ കൊല്ലം ആണ് ആയുസ്. അല്ല, ആദ്യത്തെ പകുതിനെ 2 പകുതി, ഓരോ പകുതിനെയും പരാർദ്ധം എന്നോ അങ്ങനെ എന്തോ പേര് പറയാം. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പോഴത്തെ ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പകുതി കഴിഞ്ഞു ആയുസിൻ്റെ. എന്നിട്ട് രണ്ടാമത്തെ പകുതി തുടങ്ങി. അതിൽ ആദ്യത്തെ കൽപ്പമാണ് ഈ ആദ്യത്തെ ദിവസമാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 7ാമത്തെ മന്വന്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം പകലിൻ്റെ പകുതിയോളമായി എന്ന് വേണമെങ്കിൽ പറയാം. 7ാമത്തെ മന്വന്തരമാണ്. അപ്പോൾ ഒരു മന്വന്തരം എന്ന് പറഞ്ഞാൽ 71ഓളമാണല്ലോ. അതിൽ 28ാമത്തെ മറ്റേ ചതുർയുഗം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ കലിയുഗമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൽപ്പം എന്ന് പറയുന്നത് ആ ഒരു പകലിനെയാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡായിട്ട് അതിൽ പറയുന്നത്. ഇതാണ് 11ാമത്തെ അധ്യായത്തിൽ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വർണ്ണിക്കാൻ പോണത് മുഴുവൻ ആ 50 കൊല്ലം കഴിഞ്ഞ് അടുത്ത ഫസ്റ്റ് ഡേ തുടങ്ങുന്ന ആ പകൽ ആണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വർണ്ണിക്കാൻ പോകുന്നത് മുഴുവൻ. അപ്പോൾ ആ ഫസ്റ്റ് ഡേ, ആ ഫസ്റ്റ് കൽപ്പത്തിൻ്റെ പേരാണ്, അത് 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേയുടെ പേരാണ് വരാഹകൽപ്പം എന്നാണ്. അതായത് വരാഹമൂർത്തിയായ ഭഗവാൻ അവതരിച്ച കൽപ്പം എന്നുള്ളതിലാണ് വരാഹകൽപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ആ കൽപ്പമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ബ്രഹ്മാവ് ആ പകലിൽ ഉണർന്ന കാര്യമാണ് കുറച്ച് മുമ്പ് പറഞ്ഞതും ആ സ്തുതിച്ചതും എല്ലാം. അതാണ് ഇനി ആ കൽപ്പം ഇങ്ങനെ വികസിക്കാൻ പോവുകയാണ് 12ാമത്തെ അധ്യായം മുതൽ. അപ്പോൾ അതിലാദ്യം 5 തരത്തിലുള്ള അജ്ഞാനം വന്നു എന്നാണ് പേരൊക്കെ പറയേണ്ടതിൽ. താമിശ്രം, അന്തതാമിശ്രം എന്നൊക്കെ പേരൊക്കെ ഉണ്ട്. 5 തരത്തിലുള്ള അജ്ഞാനം വന്നു. അത് കണ്ട് ബ്രഹ്മാവ് ഭയപ്പെട്ട് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ഭഗവാനെ ധ്യാനിച്ചു. ഭഗവാനെ ധ്യാനിച്ചപ്പോൾ സനകാദി മഹർഷിമാർ ബ്രഹ്മാവിൽ നിന്നുണ്ടായി. അവരോട് സൃഷ്ടി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഭഗവാൻ തപസ്സാണ് താല്പര്യം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ആ ദേഷ്യം വന്നു. പെട്ടെന്ന് ആ ദേഷ്യം തടഞ്ഞു നിർത്താൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ നിന്ന് രുദ്രൻ വന്നു പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെ രുദ്രൻ അവതരിച്ച വഴിക്ക് എനിക്ക് സ്ഥാനം തരൂ, എനിക്ക് ഇത് തരൂ എന്നൊക്കെ പറഞ്ഞ് സൃഷ്ടി തുടങ്ങട്ടെ എന്നുള്ള ഒരു വ്യഗ്രതയും ഇതൊക്കെ കണ്ടപ്പോൾ അങ്ങനെയാണ് രോദിതി ഇത് രുദ്രാന്നോ അങ്ങനെ എന്താണ് പേര് വരണത്. അങ്ങനെ രുദ്രന് സ്ഥാനങ്ങളെല്ലാം കൊടുക്കും, സൃഷ്ടിക്കാൻ പറയും. രുദ്ര സൃഷ്ടി അങ്ങോട്ട് നിറയാൻ തുടങ്ങി. തമോ ഗുണം നിറഞ്ഞുള്ള രുദ്രസൃഷ്ടി പ്രപഞ്ചം നിറയാൻ തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു നിർത്താൻ പറഞ്ഞു. എന്നിട്ട് പോയി തപസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് രുദ്രൻ. അപ്പോൾ അങ്ങനെ രുദ്രനും ഉമാദേവിയും കൂടി അങ്ങനെ തപസ്സിന് പോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ബ്രഹ്മാവ് സൃഷ്ടിയിലേക്ക് വരുന്നു. അങ്ങനെ ബ്രഹ്മാവിൽ നിന്ന് 10 യോഗീശ്വരന്മാരുണ്ടാവുന്നു. അവരെ പേരൊക്കെ പറയുന്നുണ്ട്. മരീചി, അത്രി, അങ്കിരസൗ, പുലസ്ത്യ, പുലഹ, കൃതു, ഭൃഗുർ, വസിഷ്ഠോ, ദക്ഷശ്ച, ദശമസ്തത്ര നാരദ എന്നാണ്. 10ാമതായിട്ട് ശ്രീനാരദ മഹർഷിയും, അന്ന് നമ്മൾ സ്മരിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീനാരദ മഹർഷിയും ബ്രഹ്മപുത്രനായിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പിന്നെ സരസ്വതി ദേവി പ്രത്യക്ഷപ്പെട്ട കാര്യം പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതായിട്ട് വിതുരർ പിന്നെയും ചോദിക്കുകയാണ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചില ഈ വേദത്തിൻ്റെ ഇതൊക്കെ പറയുമ്പോൾ. ഈ ബ്രഹ്മാവിന് ഈ സമയത്ത് 4 മുഖം വന്നിട്ടുണ്ടായിരുന്നു. ആ 4 മുഖത്തിൽ നിന്നും ഓരോ വേദം വന്നു എന്നും എല്ലാ പുരാണങ്ങളും ഓരോരോ മുഖങ്ങളിൽ നിന്ന് വന്നു എന്നും പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും എല്ലാം വളരെ ക്ലിയറായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ശരീരം പകുതിയായി. ഒരു പകുതി മനുവും മറ്റേ പകുതി ശതരൂപാദേവിയും പുരുഷനും സ്ത്രീയുമായിട്ട് പിരിഞ്ഞ് അങ്ങനെയാണ് സ്വായംഭുവ മനു എന്ന ആദ്യത്തെ മനു ഉണ്ടായി എന്നും അവരെ കുട്ടികളെക്കുറിച്ചും എല്ലാം പറഞ്ഞ് ആണ് 13ാമത്തെ അധ്യായത്തിൽ സ്വായംഭുവ മനു ബ്രഹ്മാവിനെ സ്തുതിക്കും. ബ്രഹ്മാവ് പ്രസന്നനായി സ്ഥാനമൊക്കെ കൊടുക്കും. അപ്പോൾ സ്വയംഭുവ മനു ചോദിക്കും ഭൂമി
ഭൂമിയെ കാണാനില്ല. നോക്കുമ്പോൾ ഭൂമി കാരണജലത്തിൽ പാതാളത്തിലേക്ക് സിങ്ക് ചെയ്ത് പോയിരിക്കുന്നു എന്നാണ് കഥ പറയണത്. ബ്രഹ്മാവും അത്ഭുതപ്പെട്ടു പോയി. എന്ത് പറ്റി? ഞാൻ സൃഷ്ടിച്ചതാണല്ലോ ഭൂമി എന്ന് പറഞ്ഞ് നോക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കാണാനില്ല. നോക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ മുങ്ങി കിടക്കുന്നു, പാതാളത്തിലേക്ക് പോയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാനാണെങ്കിൽ അങ്ങനെ ബ്രഹ്മാവ് ആലോചിക്കുകയാണ്, സൃഷ്ടിയിൽ മുഴുകിയിരിക്കുകയാണ്, എന്താ ചെയ്യണ്ടേ, ഇതിനൊരു പരിഹാരം എന്താണെന്നിങ്ങനെ ആലോചിക്കുമ്പോൾ, ഭഗവാനെ സ്മരിക്കുമ്പോൾ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് എന്തോ പുറത്തേക്ക് ചാടി. എല്ലാവരും മഹർഷിമാരെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു ഇത് പുറത്തേക്ക് ചാടി. അതങ്ങനെ വളരാൻ തുടങ്ങി പെട്ടെന്ന്. അങ്ങനെയാണ് വരാഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ വരാഹമൂർത്തിയാവുന്ന ഉടൻ തന്നെ വലുതാവുന്നു, താഴെ പാതാളത്തിലേക്ക് ചെല്ലുന്നു, അവിടുന്ന് ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് കറക്റ്റായിട്ടുള്ളതിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഹിരണ്യാക്ഷനായിട്ട് യുദ്ധമുണ്ടായെന്നും ഹിരണ്യാക്ഷനെ വധിച്ചു എന്നും അത് കഴിഞ്ഞ് ഇവരെല്ലാവരും സ്തുതിക്കുകയും ചെയ്യും ഭഗവാനെ. യജ്ഞമൂർത്തിയായിട്ട് വരാഹമൂർത്തിയെ, ഭഗവാന്റെ ഓരോ അംഗവും യജ്ഞത്തിൻ്റെ ഓരോ അംഗങ്ങളാണ്, യജ്ഞത്തിന് എന്തൊക്കെ വേണമെന്ന്. അങ്ങനെ യജ്ഞസ്വരൂപിയായിട്ടാണ് വരാഹമൂർത്തിയെ സ്തുതിക്കുന്നത്, ഋഷിമാർ സ്തുതിക്കുന്നു. അങ്ങനെ 13-ാമത്തെ അധ്യായം അവിടെയാണ് അവസാനിക്കുന്നത്. ഈ ഹിരണ്യാക്ഷൻ്റെ ഉൽപ്പത്തി സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺട്രവേഴ്ഷ്യലായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ പിന്നീടുള്ള സെക്ഷനിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുള്ളൂ. കാരണം സൃഷ്ടി ജസ്റ്റ് അബൌട്ട് തുടങ്ങുന്ന സമയത്ത് എങ്ങനെ ഹിരണ്യാക്ഷൻ അവിടെ ഉണ്ടായി എന്നൊരു ചോദ്യം വരും. വളരെ രസകരമായൊരു, ആർക്കും അതിന് ഉത്തരം പറയാം. എന്നൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നൊരു ഇതിൽ ഡിസ്കസ് ചെയ്യാം എന്തായാലും. അപ്പോൾ നമുക്ക് ഭാഗവതം എന്താണോ പറയണത് അതിലൂടെ പോവാം. അങ്ങനെ 14-ാമത്തെ അധ്യായത്തിൽ വിതുരർ ചോദിക്കുകയാണ്, എന്താ കൂടുതൽ എങ്ങനെയാണ് ഹിരണ്യാക്ഷൻ യുദ്ധം ഉണ്ടായത്, എന്താ കാരണം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹിരണ്യാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം പറയുന്നു. കശ്യപ പ്രജാപതിക്ക് ഒരുപാട് പത്നിമാരുണ്ട്. അതിലൊരാളാണ് ദിതി ദേവി. ദിതി ദേവിക്ക് ഒരു ദിവസം സന്ധ്യസമയത്ത് കാമം വർദ്ധിക്കുന്നുവെന്നും കശ്യപ പ്രജാപതി അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമയം മുഹൂർത്തം വളരെ ഇതാണെന്നും മറ്റേ ശ്രദ്ധിക്കണമെന്നും ഒക്കെ വാൺ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ടും തടുക്കാൻ പറ്റാതെ വരുമ്പോൾ ദിതി ദേവി ആ സമയത്ത് ഗർഭം ധരിക്കുകയാണ് സന്ധ്യസമയത്ത്. അത് കഴിഞ്ഞ് സങ്കടപ്പെടേണ്ട. അത് കഴിയുമ്പോൾ അപ്പോൾ കശ്യപ പ്രജാപതി പറയുന്നുണ്ട്, ഈ ഉണ്ടാവുന്ന 2 പുത്രന്മാരുണ്ടാവും, അവർ ലോകം മുഴുവൻ വിറപ്പിക്കും, അസുരജന്മമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സങ്കടമായിരിക്കും, ഭഗവാന്റെ കൈകൊണ്ട് മരണമുണ്ടാവുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണരെയൊക്കെ ദ്രോഹിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിലിത്തിരി സങ്കടം ദിതി ദേവിക്ക് വരുമ്പോൾ, പശ്ചാത്താപം വരുമ്പോൾ ഈ കാര്യവും പറയും. ഇങ്ങനെ ഒരു പുത്രൻ അതിശ്രേഷ്ഠമായ ഭാഗവതോത്തമനായിരിക്കും എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് 14-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 15-ാമത്തെ അധ്യായത്തിൽ ഈ ദിതി ദേവിയുടെ ഗർഭം വളരുന്തോറും ദേവന്മാർക്ക് ഒരു അസ്വസ്ഥതയും ആ ഒരു ഇത് ശക്തി ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഡിസ്റ്റർബിംഗ് ആയി വന്നുകൊണ്ട് ബ്രഹ്മാവിനെ അപ്രോച്ച് ചെയ്യണം. ബ്രഹ്മാവ് പറയും, അതിനൊരു കാര്യം പറഞ്ഞുതരാം, എന്താ ഇങ്ങനെ ഉണ്ടാവണേന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം പറയണം. ഈ സനകാദി മഹർഷിമാർ ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാനെ കാണാൻ വേണ്ടി. അങ്ങനെ വൈകുണ്ഠത്തിൽ ഓരോ കവാടങ്ങൾ ഇങ്ങനെ കടന്നു വന്നു. എല്ലാവിടെയും സമദൃഷ്ടിയാണ്, എല്ലാം അതി സുന്ദരമായ ഭഗവത് ഭക്തി നിറഞ്ഞു നിൽക്കുന്നതും ഇതിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ 7-ാമത്തെ വാതിലിൻ്റെ അവിടെ മറ്റേ വെച്ചിട്ട് ജയവിജയന്മാർ, ഇവരെ കാണാൻ ചെറിയ കുട്ടികളാണ്, 4 കുട്ടികളെ പോലെയാണ്. അപ്പോൾ ഈ 4 കുട്ടികൾ വരുന്നുണ്ട്. അവർ തടഞ്ഞ വഴിക്ക് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും, ദേഷ്യം, ക്രോധം എന്നുള്ള വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും രസം. കാരണം അതൊന്നും പറയാനുള്ള അത്രയ്ക്കുള്ള ഇത് മൈത്രേയ മഹർഷി പോലും അല്ലെങ്കിൽ വേദവ്യാസ മഹർഷി പോലും ആ വാക്ക് അവിടെ പറയുന്നില്ല. കാമാനുജൻ എന്നാണ് പറഞ്ഞത്, ക്രോധം എന്നൊന്നും പറയുന്നില്ല. കാരണം സനകാദി മഹർഷിമാർ രുദ്രൻ്റെ ചേട്ടന്മാരാണ്. എങ്ങനെയുണ്ട്? അപ്പോൾ കാമാനുജൻ ഉണ്ടായിരുന്നാണ്, കാമത്തിൻ്റെ അനുജനാണ് ക്രോധം. കാമം ക്രോധം എന്നുള്ളൊരു ഓർഡറിലവർ. അപ്പോൾ അങ്ങനെ ക്രോധമുണ്ടാവുക, ഒരു നിമിഷ നേരത്തേക്ക് ക്രോധമുണ്ടാവുകയും അവരെ ശപിക്കുകയാണ്. അവരോട് പറയും, ഇങ്ങനെ ഭേദബുദ്ധി
ഉള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല ഇത്. അതുകൊണ്ട് ഇവിടുന്ന് പോയിക്കോളാനും അസുരന്മാരായി ജനിക്കേണ്ടി വരും എന്നും ഉള്ള ഇത് പറയുന്നു. അവർ പശ്ചാത്താപം പശ്ചാത്തപിക്കുന്നു. അവർക്ക് 3 ജന്മം കൊണ്ട് തിരിച്ചു വരാട്ടെ എന്നും ഒരു ഇത് കൊടുക്കുന്നു, അനുഗ്രഹം കൊടുക്കുന്നു. അപ്പോഴേക്കും ഭഗവാൻ അവിടേക്ക് എഴുന്നള്ളുന്നു മഹാലക്ഷ്മിയോട് കൂടി. എന്നിട്ട് രസകരമായ പല ഇത് പറയുന്നുണ്ട്. ഭഗവാൻ അവരോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭൃത്യന്മാർ ചെയ്ത തെറ്റിന് മാപ്പ് തരണമെന്ന് ഭഗവാനെ ആദ്യം സ്തുതിക്കും ഇവർ. അത് കഴിഞ്ഞ് അത് 14-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ അധ്യായം അവിടെ കഴിയും. 16-ാമത്തെ അധ്യായത്തിൽ തിരിച്ച് ഭഗവാൻ അവരോട് മാപ്പ് ചോദിക്കുകയാണ്. നിങ്ങൾ ചെയ്ത ദണ്ഡം, ആ ഒരു ശിക്ഷ കറക്റ്റാണെന്നും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെയുള്ള വാക്ക് കേൾക്കുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല എന്തായി പറഞ്ഞതെന്നുള്ളത്. ഭഗവാന്റെ ലഘ്വീം ഗുർവർത്തകരം എന്നാണ്. വളരെ ലഘുവായ വാക്കുകളാണെങ്കിലും വളരെയധികം അർത്ഥങ്ങൾ നിറച്ചു വെച്ച ആ വാക്കുകൾ കേൾക്കുമ്പോൾ അവർ ആകെ അമ്പരക്കുന്നതാണ്. എന്നിട്ട് ഭഗവാനെ തിരിച്ച് അവർ അങ്ങോട്ട് ക്ഷമ ചോദിക്കുകയാണ്. ഇങ്ങനൊരു ഇത് ചെയ്തതിനുള്ള എന്താ ശിക്ഷ വെച്ചാൽ ഞങ്ങൾക്കും ശിക്ഷ തരാമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയും ഇതെൻ്റെ ഒരു ഇച്ഛയാണ്, പേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും സമാധാനിപ്പിച്ച് പോകുന്നു. അങ്ങനെയാണ് 16-ാമത്തെ അധ്യായം അവിടെ കഴിയണത്. 17-ാമത്തെ അധ്യായത്തിൽ ഇവർ ജനിക്കുന്നതാണ്. ജയവിജയന്മാർ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി ജനിക്കുന്നതും വളരെ ലോകം മുഴുവൻ ആകെ ഒരു ദുസ്സൂചനകൾ നൽകിക്കൊണ്ടാണ് ജനിക്കുന്നതും. ഹിരണ്യാക്ഷൻ യുദ്ധം തേടി നടക്കുന്നൊരു ആളായി മാറുകയാണ്. യുദ്ധമാണ് ആളുടെ ഒരു ക്രേസ്. അങ്ങനെ യുദ്ധം ആർക്കും യുദ്ധം ചെയ്യാൻ പറ്റാതെ അവസാനം വരുണദേവൻ്റെ അടുത്ത് വരെ എത്തി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരുണദേവൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയാൽ എനിക്ക് പറ്റിയ ഒരാളെ കിട്ടും എന്ന് പറഞ്ഞിങ്ങനെ ഡയറക്റ്റ് ചെയ്ത് വിടുകയാണ്. 18-ാമത്തെ അധ്യായത്തിൽ ഹിരണ്യാക്ഷൻ വളരെ സന്തോഷമായി ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു വരാഹമാണ്. ആ വരാഹത്തിനെ കുറേ ചീത്തയൊക്കെ പറയുമ്പോൾ മറ്റേ ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനൊക്കെ കുറേ കളിയാക്കും, അതും ഇതൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ തമ്മിൽ ഭഗവാൻ ഭൂമിയെ ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം യുദ്ധം തുടങ്ങുന്നതാണ് 18-ാമത്തേത്. ഭഗവാൻ ഒരു ചെറിയ കളി പോലെ എടുത്തു തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് വരെ അമ്പരന്നു എന്നാണ്. ബ്രഹ്മാവ് വരെ എന്താണോ ഇങ്ങനൊരു ഇതെന്നുള്ളതിലൊന്ന് അമ്പരന്ന് ആ ഒരു ഇതിലാണ് 18 അവസാനിപ്പിക്കുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ വീണ്ടും യുദ്ധം പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഗംഭീരമായ യുദ്ധമൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിരണ്യാക്ഷനെ ഭഗവാൻ അവിടെ വെച്ച് വധിക്കുകയാണ്. അങ്ങനെ ഒരു ദേവന്മാരൊക്കെ വന്ന് സ്തുതിക്കും. ഭഗവാനെ കണ്ടുകൊണ്ട് ജീവൻ വെടിയാൻ പറ്റിയതിനെക്കുറിച്ചൊക്കെ ഭാഗ്യം എന്നൊക്കെ സ്തുതിച്ചിട്ടാണ് 19-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുക. ഭാഗവത്തിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ തീരുകയെന്ന് വേണമെങ്കിൽ പറയാം. ഈ സപ്താഹമായിട്ട് വായിക്കുമ്പോൾ ഏകദേശം മിക്ക ആൾക്കാരും ഈ 19-ാമത്തെ അധ്യായം വരാഹാവതാരം കഴിയുന്നതോടുകൂടിയാണ് ആദ്യത്തെ ദിവസം തീരുക. പിന്നെ അങ്ങനെ 20-ാമത്തെ അധ്യായം വരുമ്പോൾ വീണ്ടും സൃഷ്ടി തുടങ്ങിയതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. പല സൃഷ്ടികളുണ്ടായത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 21-ാമത്തെ അധ്യായത്തിൽ വീണ്ടും സ്വയംഭുവ മനുവിൻ്റെ വംശം ചോദിക്കുമ്പോൾ സ്വയംഭുവ മനുവിൻ്റെ മകളായ ദേവഹൂതി ദേവി വിവാഹം കഴിച്ചത് കർദമ പ്രജാപതിയായിരുന്നു. കർദമ പ്രജാപതി എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഛായയിൽ നിന്നുണ്ടായതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ കർദമ പ്രജാപതിയുടെ തപസ്സാണ് പിന്നെ പറയുന്നത് 21-ാമത്തെ അധ്യായത്തിൽ. അത് കഴിഞ്ഞ് ഭഗവാൻ ദർശനം കിട്ടുന്നതും ഭഗവാൻ അനുഗ്രഹിച്ച് ഗൃഹസ്ഥാശ്രമിയാവാനുള്ള ഡയറക്ഷൻ കൊടുക്കുന്നതും അവിടേക്ക് സ്വയംഭുവ മനു മകൾക്ക് പറ്റിയ വരനെ അന്വേഷിച്ച് ശ്രീനാരദ മഹർഷി പറഞ്ഞ് അവിടെ വരുന്നതുമാണ് 21-ാമത്തെ അധ്യായത്തിൽ. 22-ാമത്തെ അധ്യായത്തിൽ ഇവർ തമ്മിലുള്ള സംവാദവും ഇവർ വിവാഹം നടത്തി സ്വയംഭുവ മനു തിരിച്ചു പോകുന്നതും ആണ് 22-ാമത്തെ. 23-ാമത്തെ അധ്യായത്തിൽ വളരെ തപസ്വിയായിരിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ദേവഹൂതി ദേവി ഒരു തപസ്വിയായിട്ടിരിക്കുന്നതും പിന്നെ അവർ തമ്മിലുള്ള ഗൃഹസ്ഥാശ്രമവും ആണ്. അതിഗംഭീരമായ ഗൃഹസ്ഥാശ്രമമാണ് പറയുന്നത്. എല്ലാ ഐശ്വര്യത്തോടു കൂടി ഉള്ള ഗൃഹസ്ഥാശ്രമമാണ് 23-ാമത്തെ അധ്യായത്തിൽ. 24-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒരു പുത്രനുണ്ടായാൽ സന്യസിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് 9 പുത്രിമാരുണ്ടാവുകയാണ്. അത് പറയുന്നുണ്ട് 23-ൽ. അങ്ങനെ 24-ാമത്തെ അധ്യായത്തിൽ ദേവഹൂതി ദേവിക്ക് മനസ്സിലായി ഇദ്ദേഹം സന്യാസത്തിലേക്ക് പോകാമെന്നുള്ളത്.
വളരെ സങ്കടത്തോടു കൂടി തനിക്കൊരു ആത്മീയമായ ഒരു ഡയറക്ഷൻ, ഒരു ഇത് കിട്ടണം എന്നുള്ളതിൽ ചോദിക്കുമ്പോൾ പറയും, പേടിക്കണ്ട, ഭഗവാനെ ആരാധിച്ചോളൂ, ഭഗവാൻ അങ്ങനെ മകനായിട്ട് വരും. കപില അവതാരം പറയാൻ പോവാണ്. അപ്പോൾ കപിലാചാര്യനായിട്ട് വരും. ആ മകൻ ജ്ഞാനോപദേശം ചെയ്യും. അതുകൊണ്ട് ഭഗവാനെ ആരാധിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അങ്ങനെ സമയത്ത് അങ്ങനെ ഗർഭം ധരിക്കുന്നതും ബ്രഹ്മാവ് എല്ലാവരും വന്ന് ദേവന്മാരെല്ലാം സ്തുതിക്കുന്നതും അങ്ങനെ കപിലാവതാരത്തിലേക്ക് കടക്കാൻ പോകുന്നു. ബ്രഹ്മാവിൽ നിന്ന് 10 പേരുണ്ടായിന്ന് പറഞ്ഞു. ആ 10 പേരിൽ ശ്രീനാരദ മഹർഷിയെ മാറ്റി വയ്ക്കുകയാണ്. ശ്രീനാരദ മഹർഷി വിവാഹം കഴിച്ചിട്ടില്ല, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അപ്പോൾ 9 പേരും ഈ 9 പുത്രിമാരും അങ്ങനെ അവർ വിവാഹം നടത്തി കൊടുക്കുന്നതും കപിലാവതാരം ഉണ്ടാവുന്നതും കർദമ പ്രജാപതി കപില ഭഗവാനെ സ്തുതിച്ച് അനുവാദം വാങ്ങി സന്യസിച്ച് മുക്തിയെ പ്രാപിക്കുന്നതുമാണ് 24-ാമത്തെ അധ്യായം. ഇവിടുന്ന് അങ്ങോട്ട് കപിലോപദേശം തുടങ്ങാൻ പോകുന്നത്. വളരെ ഗംഭീരമായ ഉപദേശമാണ് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോകുന്നത്. അല്ല, 25-ാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ ദേവഹൂതി ദേവി മകൻ്റെ അടുത്ത് ഈ ഇന്ദ്രിയങ്ങളുടെ ഈ പിടിവലിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ്. അതിനായിട്ട് ഭാഗവത ധർമ്മം ഒന്ന് ചുരുക്കി ഉപദേശിച്ചു കൊടുക്കും. 26-ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗം എന്നുള്ള നമ്മൾ മുമ്പ് പറഞ്ഞ 24 തത്വങ്ങൾ കൃത്യമായി ഈ ബേസിക് എലമെൻറ്റ്സ് ഓഫ് യൂണിവേഴ്സ് അതിൻ്റെ പ്രത്യേകതകളും എടുത്ത് കാണിച്ചു കൊടുക്കും. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. 27-ാമത്തെ അധ്യായത്തിൽ സാഖ്യയോഗം തന്നെ ജീവൻ്റെ അവസ്ഥയെക്കുറിച്ചൊക്കെ കുറച്ച് വിസ്തരിച്ചു കൊടുക്കും. 28-ാമത്തെ അധ്യായത്തിൽ ധ്യാനയോഗം, 29-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗം, പലതരത്തിലുള്ള ഭക്തിയോഗം പറഞ്ഞു കൊടുക്കും. പിന്നെ 30, 31, 32 3 അധ്യായങ്ങൾ വൈരാഗ്യം ഉറയ്ക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിൽ ജീവൻ്റെ ഓരോ ഗതികളാണ് പറഞ്ഞു വരുന്നത്. 30, 31, 32 ഒരു ഗൃഹസ്ഥനെയാണ് ചിത്രീകരിക്കുന്നത്. ഗൃഹസ്ഥൻ്റെ അവസാന കാലം സാധാരണ കുട്ടികളെയും ഭാര്യയും എല്ലാവരെയും ചിന്തിച്ച് ചുറ്റും ബന്ധുമിത്രാദികളിൽ നിന്ന് ശോകമുഖമായതിൽ മരിക്കുന്നതും അവിടെ നിന്ന് ഇവരെ തന്നെ ചിന്തിച്ച് പോയി അങ്ങനെ പല പല താപങ്ങൾ അനുഭവിക്കുന്നതാണ് 30-ാമത്തേതിൽ. അത് കഴിഞ്ഞ് ശുദ്ധീകരിച്ച് വന്ന്, അതായത് ദുഃഖം അനുഭവിക്കുന്തോറും നമ്മൾ ശുദ്ധീകരിച്ച് വരും എന്നാണ്. അതായത് നമ്മുടെ പാപം മുഴുവൻ തീരും എന്നാണ്. അങ്ങനെ പല നരകയാതനകളിലൂടെ ദുഃഖമെല്ലാം അനുഭവിച്ചു കഴിയുന്നതോടുകൂടി ജീവൻ വീണ്ടും 0 സ്റ്റേറ്റിലേക്ക് വരികയാണ്. നെഗറ്റീവിൽ നിന്ന് 0 സ്റ്റേറ്റിലേക്ക് വരികയാണ്. അതാണ് 30-ൽ പറയണത്. അത് കഴിഞ്ഞ് 0-ൽ വരുമ്പോഴാണ് ഈ ഭൂമിയിൽ ജനിക്കുക. അങ്ങനെ 0-ൽ വന്നപ്പോൾ വീണ്ടും അമ്മയുടെ വയറ്റിൽ ജീവനായിട്ട് വരുന്നതും അവിടെ ഇരുന്നിട്ട് 7-ാമത്തെ മാസം ശരീരമെല്ലാം ക്രിയേറ്റ് ചെയ്യണതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഓരോ കണക്കൊക്കെ. അത് കഴിഞ്ഞ് 7-ാമത്തെ മാസത്തിൽ ബോധം വരും. അപ്പോൾ ഭഗവാനെ സ്തുതിക്കും ഭക്തിയോടുകൂടി. 31-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ സ്തുതിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ജനിക്കുന്നു. ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ശൈശവാവസ്ഥ, ബാല്യാവസ്ഥ, കൗമാരാവസ്ഥ അങ്ങനെ കഴിഞ്ഞ് വീണ്ടും എല്ലാം മറന്ന് പഴയ പോലെ ഗൃഹസ്ഥാശ്രമിയായിരിക്കുന്നത് വരെ എത്തുന്നു. 31-ൽ 32-ൽ വേറൊരു തരം ഗതിയെ കാണിക്കാൻ വേണ്ടി ചില ആൾക്കാർ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നു, കുറേ പുണ്യം ആർജിക്കുന്നു. അപ്പോൾ അവർ എന്തു ചെയ്യും? അവർ പ്ലസ്സിലേക്ക് പോവും. മൈനസിലേക്ക് പോയതിന് പകരം പ്ലസ്സിലേക്ക് പോവും. സ്വർഗത്തിലോ നല്ല രീതിയിലോ സുഖമനുഭവിക്കുന്നതോറും ഇത് പ്ലസ് കുറഞ്ഞു വരുന്നു, വീണ്ടും 0 ആവുന്നു, വീണ്ടും ഭൂമിയിലേക്ക് ജനിക്കുന്നു. ഈ സൈക്കിൾ എടുത്ത് കാണിക്കുകയാണ് 32-ൽ. അപ്പോൾ നമ്മുടെ ജ്ഞാനപ്പാനയിലെ കീഴ്മേൽ ഇങ്ങനെ മണ്ടുന്നു ജീവന്മാരെന്ന് പറയുന്നതും പുണ്യം എന്ന് പറയുന്നത് ഒരു സ്വർണം കൊണ്ടുള്ള ചങ്ങലയാണെന്ന് പറയുന്നതും അതൊക്കെയാണ് ഇവിടുന്നാണ് ആ കോൺസെപ്റ്റ്സൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത് തോന്നുന്നു. ഇനി 33-ാമത്തെ അധ്യായത്തിൽ ദേവഹൂതി ദേവിയോട് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ തപസ്സിന് പോവാണ്. ദേവഹൂതി ദേവിയുടെ ഗംഭീരമായ തപസ്സും ചില ശ്ലോകങ്ങളൊക്കെ അതൊന്നും പറയാൻ വാക്കില്ല ശരിക്കും. അങ്ങനെ ദേവഹൂതി ദേവി സിദ്ധിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മസ്വരൂപത്തിന് ഭഗവത് സ്വരൂപത്തിനെ പ്രാപിക്കുന്നതുമാണ് 33-ൽ. അങ്ങനെ തൃതീയ സ്കന്ധം 33 അധ്യായങ്ങളിലൂടെ തീരുകയാണ്.
ഇതിലിപ്പോൾ സാഖ്യയോഗം കൃത്യമായി പറയാതെ പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മുഴുവനായിട്ടും എനിക്കങ്ങനെ പറയാനുള്ളതൊന്നുമില്ല. എന്നാലും ഈ 24 തത്വങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അതായത് ആദ്യം പുരുഷ സ്വരൂപമുണ്ടല്ലോ, ആ പുരുഷ സ്വരൂപം ആണ് വാസുദേവൻ എന്നുള്ള രീതിയിൽ ജീവൻ ആയി പറയണത്. ആ പുരുഷ സ്വരൂപമായിരിക്കുന്ന വാസുദേവൻ എന്ന വാസുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ ഭഗവാൻ തന്നെയാണ് ജീവനായിട്ടിരിക്കുന്നത്. ചിത്തം എന്നാണ് സാഖ്യയോഗത്തിൽ പറയാം. മഹത്തത്വം എന്നും പറയും. അപ്പോൾ ഇതെല്ലാം ഒന്നാണ്. സഗുണബ്രഹ്മം എന്ന് പറഞ്ഞാലും, പുരുഷൻ എന്ന് പറഞ്ഞാലും, ഈശ്വരൻ എന്ന് പറഞ്ഞാലും, ജീവൻ എന്ന് പറഞ്ഞാലും, ചിത്തം എന്ന് പറഞ്ഞാലും, മഹത്തത്വം എന്ന് പറഞ്ഞാലും ഇതെല്ലാം ഒന്നാണ്. ഇതാണ് ഏറ്റവും ആദ്യം പറയണം. ഈ ചിത്തത്തിൽ നിന്ന് സംഘർഷണമൂർത്തിയായിരിക്കുന്ന അഹങ്കാരം, അത് നമ്മുടെ മലയാളത്തിലെ അഹങ്കാരമല്ല, ഞാൻ എന്ന് സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഭാവം സംഘർഷണമൂർത്തിയായിട്ട് ആണ് വരുന്നത്. അങ്ങനെ അഹങ്കാരത്തിൻ്റെ സ്ഫുരണമുണ്ടാവുന്നു. രണ്ടാമത് ഈ അഹങ്കാരം 3 തിരിയുന്നു എന്നാണ്. അപ്പം അതിൽ സാത്വിക അഹങ്കാരമാണ് മനസ്സ് എന്ന് പറയുന്നത്. മൂന്നാമത് രാജസിക അഹങ്കാരമാണ് ബുദ്ധി എന്ന് പറയുന്നത്. നാലാമത് ബുദ്ധിയുമായി കണക്ട് ചെയ്തിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും വരുന്നു. അപ്പോൾ എത്ര? 14. താമസിക അഹങ്കാരത്തിൽ നിന്ന് 5 തന്മാത്രകൾ, അതായത് ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം, 5 തന്മാത്രകളും ഈ 5 തന്മാത്രകളിൽ നിന്ന് അതിൻ്റെ സ്ഥൂല രൂപമായ പഞ്ചഭൂതങ്ങളും, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, അങ്ങനെയാണ് 24 തത്വങ്ങളായി മാറുന്നത്. ഇതിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ശബ്ദം എന്ന തന്മാത്ര ആകാശം എന്നുള്ള ഭൂതത്തിനെയും ശ്രോത്രം എന്നുള്ള ഇന്ദ്രിയത്തിനെയും കണക്ട് ചെയ്തിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ 5 ശ്രോത്രം, ത്വക്, ദൃക്, രസന, നാസിക. അതേപോലെ സ്പർശം എന്നുള്ള തന്മാത്ര വായു എന്നുള്ള ഭൂതത്തിൽ ത്വക് എന്നുള്ള ഇന്ദ്രിയവുമായി കണക്ട് ചെയ്തിരിക്കുന്നു. രൂപം എന്നുള്ള തന്മാത്ര അഗ്നി എന്ന ഭൂതത്തിലൂടെ ദൃക് എന്നുള്ള ഇന്ദ്രിയവുമായി കണക്ട് ചെയ്തതാണ്. രസം ജലത്തിലൂടെ രസന എന്നുള്ള നാവിലേക്കും, ഗന്ധം ഭൂമിയിലൂടെ, ഭൂമി എന്നുള്ള ഭൂതത്തിലൂടെ നാസികയുമായി കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 24 തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ചിത്തം, അഹങ്കാരം, ബുദ്ധി, മനസ്സ്. ഇതിനെ അന്ധക്കരണങ്ങൾ എന്ന് പറയും, ഈ 4 പേര്. പിന്നെ ബുദ്ധിയുമായി കണക്ട് ചെയ്തിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, അപ്പോൾ 14. പിന്നെ 5 തന്മാത്രകളും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള 5 ഭൂതങ്ങളും, അങ്ങനെയാണ് 24. 25-ാമതൊരു തത്വമായി കാലത്തിനെയും പറയുന്നു. അതിൽ കാലം ഗംഭീരമായിട്ടാണ് പറയുന്നത്. കാലത്തിനെ കുറിച്ച് അന്തപുരുഷരൂപേണ കാലരൂപേണ യോ ബഹി എന്നാണ്. ഉള്ളിൽ ജീവനായിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് പുറത്ത് കാലമായി ഇരിക്കുന്നത് എന്നൊരു ശ്ലോകമുണ്ട്. ഇതിൻ്റെയൊക്കെ ചൈതന്യം എന്താണെന്ന് പറയാനൊന്നും വാക്കില്ല. ഇതൊന്നും അർത്ഥത്തിലൂടെയോ അർത്ഥം പറയണതോ പറഞ്ഞു കേട്ടിട്ടോ ഒന്നുമല്ല ഇത് കിട്ടേണ്ടത്. ഇത്രയൊക്കെ നമുക്ക് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എൻ്റെ സ്ട്രക്ചർ. ബാക്കിയൊക്കെ ശ്ലോകത്തിലൂടെ പോയി കേട്ട് ആ മന്ത്ര ചൈതന്യത്തിലൂടെ തന്നെ ഉള്ളിൽ സ്ഫുരിക്കണം. ഇങ്ങനെയാണ് 3ാം സ്കന്ധം അവസാനിക്കുന്നത്. ഇത് ഈ സാഖ്യയോഗം സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന വേറൊരു ചെക്ക് പോയിൻ്റാണ് തോന്നുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. അത് പ്രോപ്പറായി ടിക്കറ്റ് ഇല്ലാതെ കടന്നാൽ വീണ്ടും പ്രശ്നവും. അപ്പോൾ ഈ സാഖ്യയോഗം 24+1 25 തത്വങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ, പ്രപഞ്ചത്തിൻ്റെ ബേസിക് എലമെൻസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ, ഇതിൽ പുരുഷൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഭഗവാൻ തന്നെയാണ് ബാക്കി തത്വങ്ങളായി മാറിയിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി, ഉള്ളിൽ ജീവനായിരിക്കുന്നതും പുറത്ത് കാലമായിരിക്കുന്നതും ഒരേ ശക്തിയാണ് എന്നുള്ളതും മനസ്സിലാക്കിയൊക്കെ ഇരുന്നാലേ
പിന്നീട് വരുന്ന പല ജ്ഞാനോപദേശങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഞാൻ വായിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഈ സാഖ്യയോഗം കൃത്യമായി മനസ്സിലായപ്പോഴാണ് ഒരു ക്ലാരിറ്റി കിട്ടിയത് കാര്യങ്ങൾക്ക്. ഈ പ്രപഞ്ചം എന്താണ്, ഞാൻ എന്താണ്, എൻ്റെ ഓരോ സ്ഫുരണങ്ങളും ഏതാണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലായത്. അപ്പോൾ ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഓരോ. ഇപ്പോൾ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്, ബുദ്ധി എന്താണ് എന്നൊക്കെ അന്ധകരണങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊന്നും പോകാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കില്ല. അതൊക്കെ ബാക്കി നിങ്ങൾ തന്നെ ആർക്കും തപ്പിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മളിവിടെ സർഗം എന്നുള്ള ഇത് അവസാനിപ്പിക്കുകയാണ് ഈ 33 അധ്യായത്തിലൂടെ തൃതീയ സ്കന്ധം.